നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മെയ് 1 വ്യാഴമാറ്റം സംഭവിക്കുന്നുണ്ട്. വ്യാഴം അനുകൂല ഫലങ്ങൾ നൽകുന്ന ഒരു ഗ്രഹമാണ്. സാമ്പത്തികമായി വളരെ അഭിവൃദ്ധി, അതായത് താഴ്ന്ന കിടയിൽ കിടന്ന ആളുകൾക്ക്, സാമ്പത്തികമായി വളരെ പരാധീനതകൾ അനുഭവിച്ചു കൊണ്ടിരുന്ന, അല്ലെങ്കിൽ സാമ്പത്തികമായി വളരെ ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും കടങ്ങളും അനുഭവിച്ചു കൊണ്ടിരുന്ന ആളുകൾക്ക് എല്ലാം ഇനി സന്തോഷിക്കാനുള്ള ഒരു സമയം കൂടിയാണ്. നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മാറുകയാണ്. സാമ്പത്തികമായി വളരെയേറെ നേട്ടങ്ങൾ കൊണ്ടുവരുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം. അത് വ്യാഴം നൽകുന്ന ഭാഗ്യം എന്ന് പറയുന്നത് അത് വളരെ സ്ഥിരമായ ഒരു സാമ്പത്തികം എന്ന് നമ്മൾ പറയാറില്ല, അല്ലാതെ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ടുവരുന്നതല്ല. വ്യാഴമാറ്റത്തിൽ വളരെ സാമ്പത്തികമായി വളരെ അനുകൂല സമയങ്ങൾ വരാൻ പോകുന്ന, അതായത് മെയ് 1 തൊട്ട് വരാൻ പോകുന്ന ചില നക്ഷത്രക്കാരുണ്ട്. അവരെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതായത് സാമ്പത്തികമായി വളരെ വിഷമങ്ങൾ, കടങ്ങൾ, മറ്റുള്ളവരിൽ നിന്ന് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്ന് മറ്റുള്ളവരിൽ നിന്ന് കടങ്ങൾ വാങ്ങി അവർക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയാതെ വലയുന്ന ഒരുപാട് ആളുകളുണ്ട്. സ്വന്തം ജോലി സ്ഥലത്ത് നല്ല ശമ്പളത്തിൽ നിന്ന് പെട്ടെന്ന് ഒരു ദിവസത്തെ അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നതായിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ട്. അപ്പോൾ അവർക്ക് എല്ലാം വിഷമത്തിൽ നിന്നൊരു ഗുണകരമായ ഒരു മാറ്റം, സന്തോഷിക്കാൻ, ഇതുവരെ ദുഃഖത്തിൽ കിടന്ന ആളുകൾക്ക് സന്തോഷിക്കാനുള്ള ഒരു സമയം കൂടിയാണ് ഇനി വരാൻ പോകുന്നത്. അത്തരത്തിലുള്ള കുറച്ച് നാളുകളെക്കുറിച്ചാണ്, കുറച്ച് നക്ഷത്രക്കാരെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യമായി വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതുതായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നക്ഷത്രം ഏതൊക്കെയാണെന്ന് പറയാം. കാർത്തിക, രോഹിണി നക്ഷത്രക്കാർക്ക്, അതായത് ഇടവക്കൂറുകാർക്ക് ഇത് ജന്മഭാവത്തിലേക്ക് സംക്രമിക്കുന്ന ഒരു സമയമാണ് വ്യാഴം. മാനസികമായി പിരിമുറുക്കങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും, സംസാരത്തിലും പ്രവൃത്തിയിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എങ്കിലും സാമ്പത്തികമായി വളരെയേറെ നിങ്ങൾക്ക് ശോഭിക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. അതിനാൽ തന്നെ പുതിയ വസ്തുക്കൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ, പുതിയ ജോലികളിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കുടുംബസുഖം, മനസുഖം എല്ലാം നേടിക്കിട്ടുന്ന ഒരു അവസരം കൂടിയാണിത്. ശത്രുക്കൾ മിത്രഭാവത്തിലേക്ക് വരുന്ന ഒരു സമയം കൂടിയാണ്. മനക്ലേശങ്ങൾ അകലും. വാഹനം വാങ്ങിക്കണമെന്ന് ഏറെ നാളായി ആഗ്രഹിച്ച് വലഞ്ഞുകൊണ്ടിരുന്ന ആളുകൾക്ക് പെട്ടെന്ന് വാഹനഭാഗ്യം വരികയും സ്വന്തമായ വീട്, സ്വന്തമായ ഒരു ഭവനം എന്നത് ഏതൊരു മനുഷ്യൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നാണ്. ഭക്ഷണം ആവശ്യമായൊരു കാര്യം, അതുപോലെ തന്നെയാണ് പാർപ്പിടവും. അതിനാൽ സ്വന്തമായ ഒരു വീട് വേണമെന്ന ആഗ്രഹത്തോടെ നടന്നവർക്ക് എല്ലാം തന്നെ ഇനി സന്തോഷിക്കാനുള്ള ഒരു വകയാണ് ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ മെയ് മാസം മുതൽ നിങ്ങൾക്ക് കാണാൻ പോകുന്നത്. അതിനാൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. ചില വഴിപാടുകൾ കൂടി ചെയ്യുകയുള്ളൂ. മഞ്ഞപ്പട്ട്, നെയ്യ്, വിളക്ക്, ഇതൊക്കെ ഒരു പായസ വഴിപാട്, ഇതെല്ലാം ദേവീ ക്ഷേത്രത്തിൽ ചെയ്യുന്നത് വളരെ നല്ല കാര്യങ്ങളാണ്. ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നതിനെയൊക്കെ നീക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതിൽ വളരെ സന്തോഷമായി ഇരിക്കുക. വിഷമങ്ങൾ എല്ലാം മാറി നല്ലൊരു സമയം നിങ്ങൾക്ക് മുന്നോട്ട് വന്നു ചേരാൻ പോവുകയാണ്. അടുത്തത് തിരുവാതിര, പുണർതം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി കുറച്ച് ശ്രദ്ധ വേണം. കാരണം ധാരാളം പണം നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്ന ഒരു സമയമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ധാരാളം പണം വരുമ്പോൾ ധാരാളിത്വം കൂടുന്ന ഒരു സ്ഥിതി ചില ആളുകളിൽ, അതായത് പുണർതം നക്ഷത്രക്കാരിലൊക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ തിരുവര നക്ഷത്രം, പുണർതം നക്ഷത്രക്കാരെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. സാമ്പത്തികം കയ്യിലേക്ക് വന്നു ചേരുമ്പോൾ ഗൃഹനിർമ്മാണമൊക്കെ നടത്തി പാതി വഴിക്കാക്കി ബുദ്ധിമുട്ടിയിരിക്കുന്ന ആളുകൾ അതിലേക്ക് പണം നിക്ഷേപിച്ച് ഗൃഹനിർമ്മാണത്തിൻ്റെ മൂടി ഒന്നുകൂടി വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാതെ പണം കയ്യിൽ ധാരാളമായി വരുമ്പോൾ അനാവശ്യ ചിലവുകളും വന്നു ചേരും. അപ്പോൾ ആ ചിലവുകളിലൊന്നും ചെന്നുപെടാതെ, പണം വരുമ്പോൾ ശത്രുക്കളും മിത്രങ്ങളായിട്ട് വരുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾക്ക്. അതിനാൽ മിത്രഭാവത്തിലുള്ളവരെ മനസ്സിലാക്കൂ. ശത്രുഭാവത്തിലുള്ളവർ ശത്രുത മാറ്റി മിത്രമായി വരുമ്പോൾ അതും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പണം ധാരാളിത്തം ഒന്ന് കുറച്ച് ആവശ്യമായ കാര്യങ്ങൾ, കുട്ടികളുടെ പഠന ചിലവുകൾക്കും വീട് സംബന്ധമായി, അല്ലെങ്കിൽ കുറച്ച് നല്ല ഭൂമി നോക്കി വാങ്ങിച്ചിടാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. കൃഷ്ണന് വഴിപാടുകൾ, അടുത്തുള്ള ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി നന്നായിട്ട് പ്രാർത്ഥിക്കുക. നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്ന വരുമാനത്തെ എത്രത്തോളം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുമോ അത്രത്തോളം ഉപയോഗിക്കാനുള്ള ബുദ്ധി ഭഗവാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരുന്നതാണ്. അതിനാൽ പുണർതം, തിരുവാതിര നക്ഷത്രക്കാർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. സാമ്പത്തികം വലിയ തോതിൽ നിങ്ങളിലേക്ക് എത്താൻ പോകുമ്പോൾ അതിനെ വിനിയോഗിക്കുന്ന കാര്യത്തിൽ വളരെയേറെ മുൻകരുതലുകൾ നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. അടുത്തതായി മകം, പൂരം, ഉത്രം നാളുകാർക്ക് ഇപ്പോൾ വരുന്ന മെയ് മാസം വളരെ ഗുണകരമായ ഒരു സമയമാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത്. വ്യാഴം 10ാം ഭാവം അല്ലെങ്കിൽ കർമ്മഭാവത്തിലേക്ക് കടക്കുമ്പോൾ സാമ്പത്തികമായ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുമെങ്കിൽ പോലും കർമ്മരംഗത്തും ചില തടസ്സങ്ങൾ ഉണ്ടാകും.
അപ്പോൾ അത് വിഷമിക്കേണ്ട കാര്യമല്ല. എങ്കിൽ പോലും നിങ്ങൾക്ക് വളരെയേറെ ഗുണകരമായ സാമ്പത്തിക മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. പക്ഷേ ജോലി സംബന്ധമായി ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. എങ്കിൽ പോലും വിവാഹ കാര്യങ്ങളിലും വളരെയേറെ ഗുണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. കൃഷ്ണന് വഴിപാടുകൾ ചെയ്യാനും കുടുംബക്ഷേത്രത്തിലൊന്ന് ദർശനം നടത്താനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഉത്തരം നക്ഷത്രം കന്നിക്കൂറുകാർക്ക് വളരെ നല്ല സമയം കൂടിയാണ്. വിദേശയാത്രയ്ക്ക് പറ്റിയ സമയമാണ്. ചിങ്ങക്കൂറുകാർക്ക് അല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിൽ പോലും സാമ്പത്തികമായി പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ചില കച്ചിത്തുരുമ്പുകൾ എന്ന് പറയില്ല, അത് നിങ്ങൾക്ക് കിട്ടുന്ന സമയമാണ്. വിവാഹം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് വിവാഹത്തിന് സമയം കൂടിയാണ്. ബിസിനസ് നന്നാകും. വസ്തുവകകൾ, അതായത് ചില കുടുംബപരമായ തർക്കത്തിലിരുന്ന വസ്തുവകകളൊക്കെ നിങ്ങളുടെ പേരിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്കായി കിട്ടുന്ന ചില നല്ല സമയങ്ങളും നല്ല അവസരങ്ങളും കൂടിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. അതിനാൽ ഉത്രം നക്ഷത്രം, ഉത്രം, മകം, പൂരം, ഉത്രം ഈ നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയം കൂടിയാണ്. പക്ഷേ ഉത്രം ചിങ്ങക്കൂറുകാർക്ക് ചില ബുദ്ധിമുട്ടുകൾ വരാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അതിനാൽ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകാൻ കൂടി നിങ്ങൾ വളരെ എല്ലാ കാര്യങ്ങൾക്കും ഒരു രണ്ടാമതൊരു തീരുമാനം കൂടി നിങ്ങൾ മനസ്സിൽ വെച്ച്, അല്ലാതെ പെട്ടെന്നുള്ള തീരുമാനങ്ങളിലോ പെട്ടെന്നുള്ള വിക്ഷോഭങ്ങളിലോ ചെന്ന് പെടാതിരിക്കാൻ കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് ചോതി നക്ഷത്രക്കാർക്ക്. ചോതി നക്ഷത്രക്കാർക്ക് ഗൃഹപ്രവേശനം, വിവാഹം എന്നീ കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ പുതിയ വീട് വെച്ച് ഗൃഹപ്രവേശനത്തിനൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് വളരെ നല്ല സമയമാണ് ചോതി നക്ഷത്രക്കാർക്ക്. പിന്നെ തൊഴിൽ മേഖലയായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിൽക്കുന്ന ജോലി തന്നെ തുടരാൻ ശ്രമിക്കുക. ചില പുതിയ ജോലികൾ നിങ്ങളുടെ മുന്നിലേക്ക്, പുതിയ വാഗ്ദാനങ്ങൾ, പുതിയ സാലറി കൂടുതൽ കിട്ടും എന്ന പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ മുന്നിലേക്ക് ജോലി വരുമ്പോൾ എടുത്തു ചാടി ഇപ്പോൾ നിൽക്കുന്ന ജോലിയിൽ നിന്ന് പോകാതിരിക്കാൻ പ്രത്യേകം ചോതി നക്ഷത്രക്കാരൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ശത്രുശല്യം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. കൃഷ്ണന് വഴിപാടുകൾ ചെയ്യാൻ, വ്യാഴാഴ്ച ദിവസം കൃഷ്ണന് വഴിപാടുകൾ ചെയ്യാനായിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ചില ഭാഗ്യനഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുവെങ്കിൽ പോലും പൊതുവെ നല്ല ഒരു സമയം കൂടിയാണ് ചോതി നക്ഷത്രക്കാർക്ക്. അടുത്തതായി അനിഴം നക്ഷത്രക്കാർക്കാണ്. അനിഴം നക്ഷത്രക്കാർക്ക് വളരെ നല്ല ഒരു സമയമാണിത്. സർവ്വ ഐശ്വര്യവും വന്നു ചേരുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കേസുകൾ ബന്ധപ്പെട്ട് കോടതിയുമായി ബന്ധപ്പെട്ട് കഴിയുന്ന ആളുകളാണെങ്കിൽ പോലും അവർക്ക് അനുകൂലമായൊരു കാര്യം, നിങ്ങൾക്ക് അനുകൂലമായ വിധി കോടതിയിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതുപോലെ ദേവാലയ ദർശനങ്ങൾ നിങ്ങൾക്ക് നടത്താനായിട്ട് പറ്റിയ സമയമാണ്. ഭഗവാൻ നിങ്ങളെ കാണുവാനും ആഗ്രഹിക്കുന്നുണ്ട്. അതിനാൽ ദേവാലയ ദർശനങ്ങൾ നിങ്ങൾ ഇപ്പോൾ നടത്തുകയാണെങ്കിൽ അത് ഏറെ ഗുണങ്ങൾക്ക്, എത്രത്തോളം ഗുണകരമായ കാര്യങ്ങൾ കിട്ടാൻ പോകുന്നു അത്രത്തോളം അത് ഭാഗ്യമായി നിങ്ങൾക്ക് മാറുന്നതാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയമാണ്. അതുപോലെ മക്കളുടെ അടുത്തേക്ക്, വിദേശത്തേക്ക് മക്കൾ താമസിക്കുന്നെങ്കിൽ അവരുടെ അടുത്തേക്ക് മാതാപിതാക്കൾക്ക് പോകാനും പറ്റിയ ഒരു സമയമാണ്. വിചാരിച്ച കാര്യങ്ങൾ എല്ലാം സാധിക്കാൻ പറ്റിയ ഒരു സമയമാണ്. വിദ്യാഭ്യാസപരമായി, അതായത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ നല്ല ഒരു സമയമാണ്. ധനലാഭം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് അനിഴം നക്ഷത്രക്കാർക്ക്. വളരെയേറെ നാളുകളായി നടത്താനിരുന്ന പല ഭൂമി കച്ചവടമായാലും വിവാഹമായാലും എല്ലാം തടസ്സങ്ങൾ ഇന്ന് കാര്യമായ കാര്യങ്ങൾ ഒന്നെങ്കിൽ ഇല്ലെങ്കിൽ പോലും ചില തടസ്സങ്ങൾ, ഒരു ചെറിയൊരു നൂല്, എന്തോ ഒരു നൂല് പോലെ ഒരു തടസ്സമുണ്ട് എന്ന് നമ്മൾ പറയാറില്ലേ, അങ്ങനെ എന്തോ ഒരു തടസ്സമായി നിന്നിരുന്ന വിഷയങ്ങൾ എല്ലാം മാറി നിങ്ങൾക്കുള്ള മുന്നോട്ട്, നിങ്ങൾ ഏത് രീതിയിലാണോ മുന്നോട്ട് പോകേണ്ടത് അതിനുള്ള പാത നിങ്ങൾക്ക് തെളിയിച്ചു തരുന്ന ഒരു അവസരമാണ് അനിഴം നക്ഷത്രക്കാർക്ക് ഇനി മുന്നോട്ട് ഈ മാസം മുതൽ വരാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും നക്ഷത്രക്കാർക്ക്, ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള നക്ഷത്രക്കാർ സന്തോഷമായിരിക്കുക, സമാധാനമായിരിക്കുക. ഇതുവരെ ഉണ്ടായിരുന്നിട്ടുള്ള അലച്ചിലുകൾ, വിഷമങ്ങൾ, ദുഃഖങ്ങൾ എല്ലാം മാറി നിങ്ങൾക്ക് പുതുതായി സന്തോഷകരമായ ജീവിതം വരാൻ പോവുകയാണ്. സന്തോഷമായിരിക്കൂ, സമാധാനമായിരിക്കൂ. നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ. നമസ്കാരം.